അങ്ങനെ എനിക്കും 70. സപ്തതി. എന്റെ സപ്തതി ആഘോഷമാണ്. ആ പിന്നെ മക്കൾക്കും മരുമക്കൾക്കും എൻ്റെ കൂടെ പിറന്നാനും നാത്തൂനാരൊക്കെ നിർബന്ധം ആഘോഷിച്ചേ പറ്റൂന്ന്. എന്നാ പിന്നെ ഞാൻ വിചാരിച്ചാകട്ടെ എന്ന്. മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? അല്ല, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. സന്തോഷമില്ലേ? അസൂയക്കാരൻ. എന്താ ചിരിക്കാത്തത്? അസൂയക്കാരൻ. മുഖം കണ്ടാലറിയാം അസൂയ അസൂയ അസൂയ. എന്നാ പിന്നെ ചിരിക്ക്. നമ്മുടെ മക്കളുടെ ആഗ്രഹമല്ലേ നമ്മൾ വേണ്ട സാധിച്ചു കൊടുക്കാനുള്ളത്. എല്ലാം ഒരുങ്ങി കഴിഞ്ഞ് പന്തലിട്ട് സദ്യക്കുള്ളതെല്ലാം ഈ ആൾക്കാരെ ക്ഷണിക്കുന്ന എന്ന് വേണ്ട സകലതുമായി. എനിക്കറിയാം നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിപ്പോണ്ടെന്ന്. എല്ലാവരെക്കാളും മുമ്പേ നിങ്ങൾക്കറിയാം ഈ കാര്യമൊക്കെ. ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം 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 സംഗീതം. ഇതാരാണ് ഇവിടെ ഗ്യാപ്പ് ഇട്ടത്? ഷീറ്റ് ഇടുമ്പോ ഒരു സൈഡിൽ നിന്ന് തീർത്തിട്ട് പോകണ്ടേ? എടാ, നീ ആ സുലുവിന്റെ വീട്ടിൽ പോയി കുറച്ചും കൂടെ കറിവേപ്പില ഒടിച്ചോണ്ടോ? ഇത്രയും കൊണ്ട് ഒന്നും ആവത്തില്ല. പച്ചക്കറി പിടിച്ച കിട്ടിനകത്തുണ്ട്. ഇവിടെ വിഷം ചേർത്താണോ കഴിക്കുന്നത്? നീ ഒന്ന് പോയിട്ട് വന്നേ. അതെ, അടുക്കളയുടെ ചാർജ് വാരി വരുന്നിടം വരെ നിങ്ങൾക്കാ. അടുപ്പ് 12 അവർക്ക് ആരും കൊടുക്കാനുള്ളത്. നീ ഇത് വേഗം പോയി കൊണ്ടുപോവാ. ഓ ശരി ശരി ശരി. എന്തുകൂടെ ആണിയുണ്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കുന്നു. വെള്ളം കൊണ്ടുവന്നോ? വേണ്ട വേണ്ട, വീട്ടിലേക്കകത്ത് ആണിയൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാവർക്കും വെള്ളം കൊടുത്താ? ആ മാമൻ ചോദിച്ചു. ഇപ്പൊ ബാക്കി എല്ലാരും കൊടുത്തേ. ലൈറ്റ് ഒക്കെ ഇടൂ. എത്ര ലൈറ്റ് വേണം? ഇവിടെ എല്ലാം ലൈറ്റ് ആയിരിക്കും. മോള് നൃത്തം പഠിക്കുന്നുണ്ടോ? നിർത്തോ? എന്താ നൃത്തം എന്ന് പറഞ്ഞപ്പോ പുച്ഛം അല്ല, അതൊക്കെ പണ്ട് എപ്പോഴോ പഠിച്ചത്. ഇപ്പൊ പഠിച്ചു. പണ്ടെന്ന് പറയുമ്പോ 1947 മുമ്പാണോ? അല്ല, കുഞ്ഞായിരുന്നപ്പോ. ഷാബുവേ, ഇതിന്റെ ഈ സൈഡ് ഇങ്ങനെ മറക്കില്ലേ? സൈഡ് മറക്കുമല്ലോ. ആ സൈഡ് മറക്കണം കേട്ടാ. മറക്കും. എന്താ നോക്കാം. അതെ, എന്റെ ഒരു വിസിറ്റിംഗ് കാർഡ് തരാം. അത് വീട്ടിൽ ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചേക്കണം, മറക്കാതെ. എന്തിനെ? അതൊക്കെ ഉണ്ട്. അതെന്തിനാ? എന്റെ ഞാനീ കൊടുക്കുന്ന വിസിറ്റിംഗ് കാർഡേ, അതിന്റെ ഉപയോഗം വരുമ്പോ ഈ പുള്ളി ഈ ഭൂമി കാണത്തില്ല. മാമൻ കൊള്ളാലോ. എന്താ നീ ഇതെന്തോ കാണിക്കുക? ഇത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ മാറി. തീർന്നില്ല, ഞാൻ ചെയ്തോളാം. എന്ത്? അത് ആരാ? അതെന്റെ പെങ്ങള് ഇല്ലി. അണ്ണാ ഒന്നും ഷാപ്പുണ്ടും ജോലി അല്ല, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും കേട്ടോ. ഇതിനകത്ത് സീറ്റ് എടുത്താണ് ഈ സൈഡെല്ലാം മറക്കേണ്ടത് കേട്ടാ. ഇത് 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 വെച്ച് മറച്ചാൽ മതി. മോളില് പറഞ്ഞിരുന്നു. മോളില് കേട്ടാലേ പറഞ്ഞത്. പുരാടം, ഞാൻ വിളിച്ചത് എൻ്റെ അമ്മായിയുടെ 70ാം പിറന്നാളാണ്. അത് ഇവിടെ വലിയ ആഘോഷമാക്കാണ് നമ്മള്. സപ്തതി. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ റൊണാൾഡിനോട് വഴക്കുണ്ടാക്കുന്നത്? ചെലവിന് വരാത്തോണ്ട് ഞങ്ങക്ക് ജീവിക്കണ്ടേ? അവന് നല്ല വിഷമമുണ്ട്. നീ ഇങ്ങനെ 24 മണിക്കൂർ അവനോട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിഷമം ഉണ്ടെങ്കിൽ ചെലവിന് ഇറങ്ങണം, അത്രയല്ലേ ഉള്ളു. ഞാനോർത്തത് ആരോടെ സംസാരിക്കണം. റോസ് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങള് വെറുതെ വർത്താനം പറഞ്ഞൊക്കെ. എന്ത്? പിന്നെ ഞാനിപ്പോ അമ്മേനെ വിളിക്കാനായിട്ട് അമ്മയുടെ റൂമിലോട്ട് ചെന്നേ. അപ്പൊ ഒരു ചിരി കേട്ടിട്ടാ നോക്കിയത്. അമ്മ അച്ഛന്റെ ഫോട്ടോയും പിടിച്ചിരുന്നിട്ട്, എന്റെ പൊന്നെ എന്തോ ഒരു വർത്തമാനം ചേച്ചി. ഫോട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് എന്റെ നീ കണ്ടായിരുന്ന അമ്മ സംസാരിക്കുന്നത്? ആരടുത്ത്?
അമ്മ അച്ഛന്റെ ഫോട്ടോയും പിടിച്ചിരുന്ന് ഭയങ്കര സംസാരമാണ്. എന്താ പറയണേ? എൻ്റെ സപ്തതി ആഘോഷിക്കാൻ പോവാ. ഇവിടെ പിള്ളേരെല്ലാം കൂടെ ഭയങ്കര ആഘോഷമാണ്. മുറ്റത്തൊക്കെ പന്തലിട്ട് നിങ്ങളിതൊന്നും അറിയുന്നില്ല, എനിക്കറിയാം നിങ്ങളിതൊക്കെ അറിയുന്നുണ്ടെന്ന്. എന്നിട്ട് ചിരിക്കുകയും കറിയൊക്കെ ചെയ്യാണ്. എന്നിട്ട് പറയാം എനിക്കറിയാം എന്നേലും കൂടുതൽ സന്തോഷിക്കുന്നത് ഇപ്പം നിങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അസൂയുണ്ടല്ലേ എന്നൊക്കെ എപ്പോഴും അമ്മ അങ്ങനെയാണ്. അയ്യോ ശരിക്കും സങ്കടം വന്നേച്ചി. അല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ ഒരിക്കലും ഇല്ലാത്ത പോലത്തെ സന്തോഷം ഇപ്പം അമ്മയ്ക്കല്ലേ? ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പല പ്രാവശ്യം ഇങ്ങനത്തെ ഒരു തീരുമാനം എനിക്കാണെങ്കിൽ ഇതങ്ങോട്ട് പറയാതിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതായത് ഓടി വന്ന വീട്ടിൽ ഞാൻ പോട്ടെ. നിനക്ക് എന്താ അസുഖം ഉണ്ടല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്? അത് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ साहब मैडम जी को साथ लेके आना। हाँ हाँ साहब जरूर जरूर करेगा। हाँ एयरपोर्ट में वो तो मैं गाड़ी भेजेगा। ओके ओके साहब ओके ओके थैंक यू सर थैंक यू അങ്ങനെ ആക്രാന്തിജി ഒന്ന് ഇവിടെ വരണമെന്നുള്ളൊരാഗ്രഹം. അണ്ണാ ഓ എന്തോ ഇപ്പൊ പൊളിക്കണോ? എടാ ഇത് കെട്ടിയിട്ട് വേണ്ട ഇത് പൊളിക്കാൻ. ഓ അല്ല കെട്ടിട്ട് പൊളിച്ചോ. കെട്ടി തുടങ്ങിയില്ല, അതിന് പൊളിക്കും. നിനക്ക് കൂലി വേണ്ടേ? ഇപ്പൊ പോയി പണി കഴിയടാ. പോയി കേട്ടോ. ടീച്ചറെ എന്നെ മനസ്സിലായോ? എനിക്കങ്ങോട്ട് ടീച്ചർ ഡാൻസ് പഠിപ്പിക്കുന്ന കോസലയുടെ അച്ഛനാണ്. കോസലയുടെ അച്ഛനാണല്ലേ? അതാ എനിക്ക് നേരത്തെ കണ്ടപ്പോ ഒരു പരിചയം തോന്നി. ഒരു പ്രാവശ്യം ആക്കാൻ വേണ്ടി വന്നിട്ടില്ലേ ഒരു കൊച്ചിനെ? പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. ഓ എന്താ അവള് കറക്റ്റായിട്ട് ക്ലാസ്സിൽ വരാത്ത ഇപ്പൊ? അതെ അവക്കൊന്നും അങ്ങോട്ട് ആകുന്നില്ല. എന്ത് ഈ ഒരു പ്ലേറ്റ് ഡാൻസ് അവൾക്ക് ഒട്ടും വശമല്ല. ഒരു പ്ലേറ്റ് ഡാൻസ്? ഈ ഒരു പ്ലേറ്റിനകത്ത് കയറി ഡാൻസ് കളിക്കില്ലേ? കുച്ചിപ്പുടിയാ? ഞാൻ 2 പ്ലേറ്റ് മേടിച്ചു കൊടുത്തു, എന്നിട്ട് ശരിയാവുന്നില്ല. അത് ശരിയാവാനായിട്ട് അവര് ക്ലാസ്സിൽ കൃത്യമായിട്ട് വരണം. അത് മാത്രമല്ല ഷാമിയാനെ പുഷ്കരനില്ലേ, ആ അയാളാണ് എന്നോട് പറഞ്ഞത് ഇതുകൂടെ ഉണ്ടെങ്കിലേ ഈ കലാതിലകം ആകാൻ പറ്റത്തുള്ളെന്ന്. കലാതിലൊക്കെ ആക്കി എടുക്കാൻ നോക്കാം. ടീച്ചറെ ഉപേക്ഷ വിചാരിക്കരുത്. എന്റെ മോളെ എനിക്ക് എങ്ങനെയും കലാതിലമാക്കണം. നോക്കാം ചേട്ടാ. മറക്കല്ലേ? എന്ത് പറഞ്ഞു? അത് കുച്ചിപ്പുടി പഠിപ്പിക്കുന്നു. പുള്ളി എനിക്ക് പണിയാവുന്നില്ല. എവിടെ നോക്കിയടാ ഈ പൊന്നണ്ണ ഒരു സ്വസ്ഥത. അല്ല അവിടെ പറഞ്ഞ ഷാമിയാന ഷാബ് പണിയാകും. എടുത്തോണ്ടോ കാര്യം പറഞ്ഞേ. അച്ചമ്പി ഞാൻ പറയുന്ന കാര്യം സംയമനത്തോടെ കേൾക്കണം. ചാടി കയറി ബഹളം വെക്കാതെ നിൽക്കണം. പന്തൽ പണിക്കാരൻ ഷാബു ആള് ശരിയല്ല. എന്തുപറ്റി? അവന് പെണ്ണുങ്ങളെ കാണുമ്പോൾ വെച്ച് സൂക്കടം. നമുക്കെന്താ? നമ്മക്കെന്താ നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെ ലില്ലിയെ കണ്ടപ്പം അവനും ഒരു നോട്ടം ഇതും. അത് കഴിഞ്ഞിട്ട് ലില്ലി ഇവിടെ താഴേന്ന് കയറി വന്നപ്പോഴത്തേന് തടഞ്ഞു നിർത്തി സംസാരിക്കുക. അന്നൊരു മാസം ഇച്ചിരി മുമ്പേ. എന്നിട്ട് ഞാനതാ ഒന്ന് പറഞ്ഞത്. അത് ശരിയല്ല. അതിൽ ഒന്നീ പറഞ്ഞ് വിലക്കണം, അല്ലെങ്കിൽ പന്തൽ വേറെ ആളിനെ ഏർപ്പാടാക്കാൻ പറഞ്ഞു വിടും. ഇല്ല ഞാൻ പിടിച്ചിടിക്കും. അമ്മാണ് ഇടിക്കുമോ? എനിക്കത് ഇഷ്ടമല്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു. അച്ചമ്മ ഇതിൻ്റെ ഒക്കെ അട്ടഹാസം എടുക്കാനൊന്നും നിൽക്കണ്ട. അത് അച്ചമ്പിയായിട്ട് അങ്ങ് ഡീൽ ചെയ്ത് വിട്ടാൽ ഞാൻ ഇടപെടുമ്പോൾ അത് പന്തല അന്തല കുന്തലാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെറുതെ ഒരു പരിചയമില്ലാത്തതിനൊക്കെ വിളിച്ച് പണി ഏൽപ്പിച്ചു. സൈഡ് മറക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അതല്ല അങ്ങനല്ലല്ലോ അൻസാർ. ഇതിപ്പോ എടാ ഇത് നിന്റെയും കൂടെ അങ്ങനല്ല. ഇത് നിന്റെയും കൂടെ കുടുംബമാണെന്നുള്ളതിന് ഞാൻ പറയണ്ടല്ലോ. അപ്പം നീ ഇങ്ങനെ തന്നെ വരണം. ഉത്തരവാദിത്തങ്ങൾ ഇവിടെ എന്തെല്ലാം പരിപാടി നടക്കുന്നുണ്ട്. നീ ഫോണിൽ കൂടെ വിളിച്ചന്വേഷിച്ചാൽ മതിയടാ. പക്ഷെ നിന്റെ മാമ ഹജ്ജിന് പോയിട്ടെന്ന് ഞാൻ ഫുൾ അവിടെ ഉണ്ടായിരുന്നു. ഓ കുഴപ്പമില്ല, വന്നാ മതി സമയം ഉണ്ടെങ്കിൽ. ശരി വെച്ചാരാ. എന്താ പറ്റില്ലേ? ചുമ്മാ ഒരു വരും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ. അവനൊക്കെ ഇവിടെ കുടുംബക്കാരനല്ലേ, അപ്പൊ അത് പറയായിരുന്നു. അല്ലടാ അന്റെ ഈ ഷാബ് എന്തിനാണ് ഇത്രയും ഫിറ്റായതിനെ കൊണ്ട് പഠിക്കാറ്? അവനെ അവൻ എത്ര അടിച്ചാലും അവന് കാര്യങ്ങൾ ലെവലാണ്. ഈ ഷാബുവിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അവനാണ്. അവന്റെ ഐഡിയ ഉള്ളതല്ല. അവൻ വെള്ളം അടിച്ചെന്ന് അത് നോക്കണ്ട.
നല്ല മിടുക്കനാണ്, നല്ല തലയാണ്. പണിയൊക്കെ നല്ല സ്പീഡ് ഉണ്ട് കേട്ടാ. ഒന്നും കുഴപ്പമൊന്നുമില്ല. ഈ എന്റെ പാർട്ടിയിൽ എല്ലാവരും വരും. എല്ലാരും വരും. പക്ഷെ ഞാനാണെങ്കിൽ ഇനി എത്ര വിളിച്ചിട്ടും തീരണില്ല, പരാതികൾ വരും. എല്ലാവരും വിളിച്ചു. സർവത്ര വിളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഡൽഹിയിലത്തെ മറ്റേ ആധാർജി വരുമോ? ആധാർജി ഇല്ലേ ഡൽഹിയില്? ആധാർജി അല്ല, ആക്രാന്ത് ജി. എന്തോ ഒരു ജി. ആക്രാന്ത് ജി ഫാമിലി ആയിട്ട് വരുമെന്ന് പറഞ്ഞേക്കണം. പക്ഷെ സാറ്, ഞാൻ ആലോചിക്കണം, സാറ് വരുമ്പോ ഇനി സാറിന് തങ്ങാൻ പറ്റിയ ഹോട്ടല് നമ്മുടെ തിരുവനന്തപുരത്ത്. എന്തിന്? എന്റെ വീട് അവിടെ ഒഴിഞ്ഞു കിടക്കല്ലേ, അവരവിടെ താമസിച്ചോട്ടെ. ഇവിടെ എന്റെ വീട് ആരാണ് പറഞ്ഞത്? ആക്രാന്ത് ജിയാണ് പറഞ്ഞത്. അമ്മാവിന്റെ വീട്ടിൽ അവിടെ AC ഉണ്ടാ, ചൂടുവെള്ളം കിട്ടണം, മറ്റേ ഈ വാട്ടർ ഹീറ്റർ ഉണ്ടാ? അതൊന്നുമില്ല. സാറിന് അതൊക്കെ വേണം. അങ്ങനെയുള്ളത് സാറ് തങ്ങും. എടാ ഇങ്ങനൊരു പാവപ്പെട്ട പാർട്ടിയുടെ അതിന്റെ നേതാവ് അത്ര ഇങ്ങനെ പാർട്ടി പാവപ്പെട്ടത് വലുതെന്നുള്ളതല്ല, നേതാക്കന്മാർ വരുമ്പോൾ അതിന്റെ ഗമ കൊടുക്കണം. ഞാൻ ഇവിടുന്ന് ഡൽഹി പോകുമ്പോൾ എനിക്ക് എല്ലാ സൗകര്യം അവിടെ തരണുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോ സാറിനൊക്കെ അത് കൊടുക്കണം. കൊടുക്കാം. അപ്പോൾ സാർ വരും. അപ്പോൾ സാർ തലേദിവസം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വരണം. നാട് മുഴുവൻ സംസാര വിഷയമാവണം. നീ വിളിച്ച എല്ലാരെയും ESP ASP ടീമുകളെല്ലാം വരുമോ? എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുളിക്കണം. ഞാൻ പിന്നെ ചാനലുകാര്, പത്രക്കാര്, സർവത്ര ടീമിനെ ഞാൻ പത്രത്തിൽ കൊടുക്കേണ്ട കാര്യം ഞാൻ പത്രത്തിലൊക്കെ കൗമുദിയിൽ അന്നത്തെ ഇതിൽ വാർത്ത വന്നോളാം, കേരള കൗമുദിയിൽ. അതെല്ലാം സെറ്റാണ്. വീട് ചാനലർ ലൈവ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലൈവ് വേണ്ട, നമുക്ക് അല്ലാതെ വാർത്തയിലും മതി എന്ന് പറഞ്ഞു. എടാ പിന്നെ ഈ ഷാബു ആളെങ്ങനെ? ഷാബു കണ്ടില്ല, പറഞ്ഞിരുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടില്ല. എല്ലാം സെറ്റാണ്. എന്ത് കുഴപ്പം? വേറെ കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പം? അല്ല അവന്റെ ലില്ലി അടുത്ത് എന്തോ ആര് അല്ല എന്തോ പറഞ്ഞെന്നോ അങ്ങനെ എന്തോ പറയും അവൻ. ഞാൻ അവന് വന്നപ്പോ മുതൽ ശ്രദ്ധിക്കണം, ഒരു കള്ള ലക്ഷണം. അവന്റെ നോട്ടം തോന്നുന്നു ശരിയല്ല. ആവശ്യമില്ലാതെ പറയരുത്. ഷാബു എനിക്ക് വർഷങ്ങളായിട്ട് അറിയാനുള്ള ആളാണ്. 6-7 കൊല്ലമായിട്ട് ഞാൻ അവനായിട്ട് എൻ്റെ എല്ലാ പരിപാടിയും അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും പറയല്ലേ? നീ കണ്ടാ ലില്ലി ആയിട്ട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു? ഞാൻ കണ്ടില്ല. പിന്നെ ആര് കണ്ടത്? നമ്മൾ റൊണാൾഡോ പറഞ്ഞത് അവൻ എന്തോ മോശമായിട്ട് സംസാരിച്ചെന്ന്. അവനെവിടെ തിണ്ടി? അല്ലെങ്കിൽ വേണ്ട, അവനെ വിളിക്കണത്. അവനാണോ? അവനെ വിളിക്കണ്ട. ലില്ലിമോളെ എന്തോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ചോദിക്കുക, അല്ലാണ്ട് അങ്ങോട്ട് നീ പറയല്ലേ ഒരുത്തൻ നല്ലോനെ കണ്ടോണെന്ന് അങ്ങനെ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ നീ ഒന്നുമില്ല. അതെ, നമ്മുടെ പന്തലിന്റെ ഷാബു നിന്നോടെന്തെങ്കിലും മോശമായിട്ടല്ലോ സംസാരിച്ചു? നിന്നോടെന്തെങ്കിലും സംസാരിച്ചോ? നേരത്തെ എന്നോട് സംസാരിച്ചാണ്. നേരത്തെ നല്ല എപ്പോഴെങ്കിലും നിന്നോട് സംസാരിച്ചോ? മോശമായിട്ട് സംസാരിച്ചോ? എന്താ പറഞ്ഞു? എന്റെ പൊന്ന് ക്ലീറ്റ് വെച്ചിട്ട് അയാളുടെ മോളെ ഞാനാ ഡാൻസ് പഠിപ്പിക്കുന്നത്, അത് മോശമാണോ? എനിക്ക് ആദ്യം മനസ്സിലായില്ല അയാളെ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു ഹോസ്റ്റലിൽ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറല്ലേന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആദ്യം ഈ കൊച്ചിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഭരതനാട്യത്തിനുകൊണ്ടൊന്ന് ചേർത്തു. ആ കൊച്ചു കുറച്ച് നാൾ ഭരതനാട്യം പഠിച്ചു. അപ്പോഴത്തേക്ക് ഇയാൾക്ക് തൃപ്തിയില്ല. അങ്ങനെ അതിനെ മോഹിനി അടുത്തുകൊണ്ടൊന്ന് ചേർത്തു. അതാണെങ്കിൽ ആ കൊച്ചിനും തൃപ്തിയില്ല, ഇയാൾക്കും തൃപ്തിയില്ല. ഇപ്പം അതൊട്ട് വരുന്നുമില്ല. ഇപ്പം അയാൾ എന്താണെന്നറിയോ പറയുന്നത്? കുച്ചിപ്പുടി പഠിക്കണമെന്ന്, പ്ലേറ്റിൽ നിന്ന് പഠിക്കുന്നത് പഠിപ്പിക്കുമെന്ന്. അതൊക്കെ പഠിച്ചാലേ കലാതിലമാകുള്ളൂ. പരിപാടി നടക്കട്ടെ. കണ്ട ഒരു പാവാ തോന്നൂല്ലേ? കണ്ടു കഴിഞ്ഞാലേ അവനെ കണ്ടൊരു പാവാ. വേറെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയുടെ കാര്യം പറയാൻ വിട്ടുപോയി. ഇനി വാ. അതെ, ഈ നമ്മുടെ അമ്മയുടെ ഈ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പന്തൽ പൊളിക്കൂല. ഇവിടെ വെച്ചിട്ടൊരു 16 അടി എന്നിട്ട് ചടങ്ങ് കൂടെ നടത്തും. അങ്ങനെ ആവശ്യമില്ലാതെ ആളുകളെ പറ്റി അതും ഇതും പറയണത് സൂക്ഷിച്ച് പറയണം. ഡാൻസ് പഠിപ്പിക്കുന്ന കാര്യമാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. നീ ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കാൻ കിടത്താൻ? ആരും പിടിച്ചില്ല. വിളി വരും. മിക്കവാറും ഒരു കാര്യം പറയട്ടെ, കഴിയുന്നവർ അവ ഇടയിൽ കൂടെ ഓരോന്ന് പറയും. അത് കേട്ടിട്ട് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിന്നാ അതാണ്ട് ഞാൻ വായം വെച്ചോണ്ട് മര്യാദക്ക് നിന്നോണം. എല്ലാം തിന്നിട്ട് എവിടെയെങ്കിലും പോയി ഒതുങ്ങിയിരുന്നോ? നിങ്ങൾക്ക് ഇത്ര ആലോചിച്ചിട്ടുണ്ട്? ഈ കുടുംബത്തിൽ ഞാൻ ഒരുത്തനെ കേട്ടോ എന്നെ പോലെ യോഗ്യതയുള്ള ഒരുത്തനെ വിളിച്ചോളൂ. ഞാനും പറയണത് അല്ല, അവനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ല. അതാ മറ്റേ ചരടാണ്ട് ചോദിച്ചേ ഞാൻ എടുത്തോടുക്കും. പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്ന് അവരുടെ അടുത്ത് അത് ഇത് ചെയ്യുന്നൊന്നും പറയണ്ട. അവൻ ഇന്നും ഇന്നലും തുടങ്ങിയതല്ല, അവനെല്ലാം അറിയാം. ഈ ചീരകൃഷി പോലെ അല്ല ഇത്. നമ്മളിവിടെ ആളുണ്ടെന്ന് ഒരു മേൽനോട്ടത്തിന് ഒരാളുണ്ടെന്നൊക്കെ അറിയണല്ലേ? വേണ്ട, അതവന് ഇഷ്ടമല്ല. വിളിക്കണ എന്താ എന്താടാ
കുറേ സാറന്മാരും കണ്ട്രാക്ട് വിടാനായിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അവനെ സ്വസ്ഥമായിട്ട് പണിയാൻ സമ്മതിക്കില്ല നിങ്ങൾ. ഓ ആ വരേ ഞാനിവിടെ ചേച്ചിയുടെ വീട്ടിലുണ്ട്. ആ ഞാൻ 2 ദിവസം മുമ്പ് ഇങ്ങോട്ട് വന്നു. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയെടുത്താൽ ഞാൻ തന്നെ വേണ്ടേ? വാര് നാളെ എപ്പോഴാ വരിക? അതെ, അല്ല അങ്ങനെയാണെങ്കിലേ ഈ സാധനങ്ങളുടെ ലിസ്റ്റും വേണ്ട പാത്രങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഫോണിലൊന്ന് ഇന്ന് തന്നെ അയച്ചു തരണം. രാവിലെ ഞങ്ങൾ പോയിട്ട് അതൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പൊ പിന്നെ വൈകുന്നേരം വരുമ്പോഴേക്കും എല്ലാം ഉണ്ടെങ്കിൽ ഉള്ളത് സുഖമായല്ലോ. ആ അപ്പൊ എന്നാ ശരി, പറഞ്ഞ പോലെ. കനക ഓ അതെ, വാര് നാളെ വൈകുന്നേരം 5 മണിക്ക് എത്തും. വാര് വരുന്നതിന്റെ മുമ്പ് ഈ വേണ്ട പാത്രങ്ങളും പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. അല്ല ഈ വൈകുന്നേരം വന്നാൽ മതി, 5 മണിക്ക് വന്നാൽ മതിയാ? ഈ വാരക്ക് 5 മണി മതിയെന്ന്. കാരണം ഒരു 6-6:30 ആകുമ്പോൾ തുടങ്ങിയാൽ തന്നെ ഒരു 7 മണിയാകുമ്പോഴേക്കും അച്ചാറും പുളിശ്ശേരിയും മറ്റേ കായവറുത്തും ഇതൊക്കെ റെഡിയാക്കി വെക്കും. ഈ പാചകം വഴുകുന്തോറാണ് നാളെ ഫ്രഷ് ആയിട്ടുള്ള മറ്റന്നാ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ചിലതൊക്കെ പളിക്കും. അത് മൂപ്പർക്ക് അറിയാം. ശരി ശരി. അപ്പൊ മൂപ്പര് വരുമ്പോഴേക്കും പാത്രങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കും. പാത്രവും മറ്റു കാര്യങ്ങളൊക്കെ റൊണാൾഡോ മറ്റേ മെറ്റൽസ് അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട്. അവിടെ സംസാരിച്ചു. പലർക്ക് കൃഷ്ണനാരെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ ലിസ്റ്റ് വന്നവനെ അയച്ചു കൊടുത്താൽ മതി, മക്കളെയും കൊണ്ടുവന്നുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അയച്ചു കൊടുത്ത ഇവിടെ എത്തിക്കും. പോരാക്കറുണ്ടെ നമ്മൾ പോയി എടുക്കണം. പിന്നെ പച്ചക്കറിയുടെ കാര്യത്തിൽ വാര്യർക്ക് നിർബന്ധമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി ആണെങ്കിൽ മൂപ്പര് പാചകം ചെയ്യില്ല. ഇനിയിപ്പോ മൂപ്പര് പാചകം ചെയ്തതിന് പൈസ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ഭക്ഷണം വെച്ചു കൊടുക്കണം എന്നാണ് വാര്യരുടെ തീരുമാനം. അപ്പൊ അതുകൊണ്ട് നല്ല പച്ചക്കറി അത് എവിടെ കിട്ടുക? പച്ചക്കറി പറഞ്ഞിട്ടുണ്ട്. ഇനി കിട്ടിയില്ലെങ്കിൽ വാരൊന്നും അറിയിച്ചാൽ മതി, വാര റെഡിയാക്കാന്നാ പറഞ്ഞത്. ചീര നമ്മൾ അവിടെ നിന്ന് എടുക്കുമല്ലോ, പറഞ്ഞല്ലോ. ചീര മറ്റേ വെണ്ടയ്ക്ക് ഇന്റെ അടുത്തുള്ള സാധനങ്ങളൊന്നും പുറത്തൊന്നും മേടിക്കണ്ട, അതൊക്കെ ഞാൻ എടുത്തു. ബാക്കിയെല്ലാം വരുമല്ലോ. അപ്പൊ എന്നാ അങ്ങനെ ചെയ്യാം. അപ്പൊ 5 മണിക്ക് എത്തും. 5 മണിക്ക് എത്തും കേട്ടോ. ശരി. ഇതാണ് രുചിഭേദങ്ങളുടെ കൂട്ടുകാരൻ, ശ്രീ കൈപുണ്യം വാര്യൻ. കൊടുക്കണം. മാങ്ങ ആദ്യം എരിയണോ, നാരങ്ങ ആദ്യം എരിയണോ? അത് വേണ്ട, ഞാൻ അറിഞ്ഞോളാം. ഞാൻ പറയുന്നത് ഇവിടെ തേങ്ങ കൈയടക്കി വന്ന് വെള്ളം ഉണ്ടാക്കണം. ഇന്ന് നാളെ ഈ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കാൻ പോകുമല്ലോ. നിങ്ങൾ അത്രയുള്ള കുപ്പി അടിക്കുന്നതിനാണ് ഞാൻ. ഇവിടുത്തെ അമ്മയുടെ പരിപാടി കഴിഞ്ഞിട്ട് ഒരു കരമച്ചമ്പ് ഒരു കുപ്പി എടുത്തു വെച്ചാൽ നമുക്ക് എല്ലാവരും കഴിക്കാൻ പറ്റും. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, എന്റെ സപ്തതി കഴിയുന്നവരെ ഒരാൾ ഒരു തുള്ളി വെള്ളം കഴിക്കരുത്.